വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരുന്നതിന് മുൻപ് തന്നെ ഗാസയിലെ ഹമാസിനെ പൂർണ്ണമായും തീർക്കാൻ ഇസ്രായേലി സേനയുടെ വമ്പൻ ആക്രമണം. വടക്കൻ ഗാസയിലെ ബെയ്ത്ത് ലഹിയ, ഖാൻ യൂനിസ്, ജബാലിയ തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് ഇസ്രായേലി സേന ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ നിരന്തരമായി നടത്തുകയാണ്. കനത്ത വ്യോമാക്രമണവും റോക്കറ്റ് ആക്രമണവും ബെയ്ത്ത് ലഹിയയിലേക്ക് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇസ്രായേലി സേന നടത്തിയെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. വടക്കൻ ഗാസയിലെ ഖാൻ യൂനിസ്, ജബാലിയ, ബെയ്ത്ത് ലഹിയ അടക്കമുള്ള പ്രദേശങ്ങളിലെ കെട്ടിടങ്ങളിലേക്ക് വമ്പൻ റെയ്ഡ് തുടരുകയാണ് ഇസ്രായേലി സേന. ഹിസ്ബുള്ളയുമായി താൽക്കാലിക വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ തന്നെ വലിയൊരു വിഭാഗം സൈന്യത്തെ ഗാസയിലേക്ക് നിയമിച്ചിരിക്കുകയാണ് ഇസ്രായേലി സേന. ഗാസയിൽ നിലവിലുള്ള സേനയ്ക്കൊപ്പം കൂടുതൽ റിസർവ് സൈനികരും ചേർന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ IDF പുറത്തുവിടുന്നത്. ഗാസയിലെ വിവിധ പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് വടക്കൻ ഗാസയിൽ നിരന്തരമായി റെയ്ഡുകൾ തുടരുന്നുണ്ട്. വടക്കൻ ഗാസയിലെ തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ ആ കെട്ടിടങ്ങളുടെ അടിഭാഗത്തുള്ള ഭൂഗർഭ ബങ്കറുകളിലൊക്കെ തന്നെ ഇപ്പോഴും ഹമാസിന്റെ ഭീകരവാദികളുണ്ടെന്നും ഇവിടെ ബന്ദികളെ സൂക്ഷിച്ചിരിക്കാമെന്നുള്ള കണക്കുകൂട്ടൽ ഇസ്രായേലി സേനയ്ക്കുണ്ട്. അതുമാത്രവുമല്ല, ഇവിടേക്ക് നിരന്തരമായ റെയ്ഡുകൾ നടത്തിയാൽ മാത്രമേ പൂർണ്ണമായും ഹമാസിനെ തീർക്കാനാകൂ. അതേസമയം അൽഖസം ബ്രിഗേഡിൻ്റെയും എലൈറ്റ് നുജ്മ ഫോഴ്സിൻ്റെയും ഒക്കെ അവശേഷിക്കുന്ന ഭീകരന്മാർ ഇസ്രായേലി സേനയ്ക്കായി വമ്പൻ കെണി ഒരുക്കുകയാണ്. ആയുധക്കണി, അതായത് തകർന്ന കെട്ടിടങ്ങൾക്കുള്ളിൽ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിക്കുന്നു. ഈ കെട്ടിടങ്ങൾക്കുള്ളിലേക്ക് ഇസ്രായേലി സേന പരിശോധനയ്ക്കെത്തുമ്പോൾ അവ സ്ഫോടനം ഉണ്ടാകുന്നു. അങ്ങനെ ഇസ്രായേലി സേനയ്ക്ക് കനത്ത നാശനഷ്ടം വരുത്തുക, ഇസ്രായേലി സേനാംഗങ്ങളെ കൂട്ടത്തോടെ കൊന്നൊടുക്കുക, ഇതാണ് ഇപ്പോൾ ഹമാസിന്റെ അവശേഷിക്കുന്ന ഭീകരന്മാർ ലക്ഷ്യമിട്ടുള്ള തന്ത്രം. അത് കൃത്യമായി മനസ്സിലാക്കി തന്നെയാണ് ഇസ്രായേലി സേന മുന്നോട്ട് പോകുന്നത്. ഇസ്രായേലിൻ്റെ ചാരക്കണ്ണുകൾ, ഇസ്രായേലിൻ്റെ ഡ്രോണിലെ ക്യാമറകളൊക്കെ തന്നെ ഈ ദൃശ്യങ്ങൾ ഒപ്പിയെടുക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ബെയ്ത്ത് ലഹിക്ക് സമീപമുള്ള ഒരു കെട്ടിടത്തിൽ ഇസ്രായേലി സേനയെ ലക്ഷ്യമിട്ട് ആയുധങ്ങൾ ഒളിപ്പിക്കുന്ന, സ്ഫോടക വസ്തുക്കൾ ഒളിപ്പിക്കുന്ന ഒരു ഹമാസ് ഭീകരന്റെ ദൃശ്യങ്ങൾ ഇസ്രായേലിന്റെ ക്യാമറ കണ്ണിൽ പതിഞ്ഞിരുന്നു. പിന്നാലെ ഈ ഭീകരനെ ഇസ്രായേൽ വധിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ വടക്കൻ ഗാസയിൽ നടത്തിയ ഒരു ആക്രമണത്തിൽ ഒക്ടോബർ 7 ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത ഒരു ഭീകരനെ കൂടി കൊലപ്പെടുത്തിയെന്നാണ് ഇസ്രായേലി സേനയുടെ അവകാശവാദം. കിബുട്സിലാണ് ഈ ആക്രമണം ഇസ്രായേലി സേന നടത്തിയത്. ഈ ഭീകരന്റെ പേര് അഹദ് ഖാലിദ് എന്നാണ്. ഈ അഹദ് ഖാലിദ് പ്രധാനമായും ഹിസ്ബുള്ളയുടെ കമാൻഡർ തലവനാണ്. ഇയാൾ ഒക്ടോബർ മാസം 7 തീയതി 2023 ഇസ്രായേലിലേക്ക് നടത്തിയ ഹമാസിന്റെ കിരാത നടപടിയിൽ പങ്കെടുത്തയാളാണ്. നേരിട്ട് ആ ആക്രമണത്തിൽ പങ്കെടുത്തയാളാണ്, അതിന് നേതൃത്വം കൊടുത്തയാളാണ്. ഈ ആളെയാണ് ഇപ്പോൾ ഇസ്രായേലി സേന വധിച്ചിരിക്കുന്നത്. ഈ കൊടും ഭീകരനെ തപ്പി ഇസ്രായേലി സേനയുടെ ഡ്രോണുകൾ നിരന്തരമായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഗാസയിലുണ്ട്. അഹമ്മദ് ഖാലിദ് എന്ന ഈ കൊടും ഭീകരന്റെ ഒളിത്താവളം കണ്ടെത്തുകയും ആ ഒളിത്താവളത്തിലേക്ക് ഇസ്രായേലി സേന അതിരൂക്ഷമായ ആക്രമണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒക്ടോബർ മാസം 7 തീയതിയിലെ കൂട്ടക്കുരുതിയിൽ പങ്കെടുത്ത ഒരു ഭീകരനെയും വെറുതെ വിടാതെ എല്ലാവരെയും പിന്തുടർന്ന് കൊലപ്പെടുത്തുകയാണ് IDF ഇപ്പോൾ ചെയ്യുന്നത്. ഒക്ടോബർ മാസം 7 ഇസ്രായേലിനുള്ളിലേക്ക് കടന്നു കയറിയ ഏറെക്കുറെ എല്ലാവരുടെയും കൃത്യമായ വിവരങ്ങൾ ഇപ്പോൾ IDFിൻ്റെ പക്കലുണ്ട്. മൊസാദും ഷിൻബറ്റും അവരുടെ ചാര പോലീസും ഒക്കെ ഈ ഭീകരന്മാരെ തിരഞ്ഞ് ഗാസയിലും വടക്കൻ ഗാസയുടെ മറ്റ് പ്രദേശങ്ങളിലും ഒക്കെ തന്നെ കൃത്യമായി തമ്പടിച്ചിട്ടുണ്ട്. ഈ ഭീകരന്മാർ അവരുടെ ഒളിമാളത്തിൽ നിന്ന് എപ്പോൾ പുറത്തു വന്നാലും ആ സമയം IDF ഈ വിവരം മണത്തറിയും. തുടർന്ന് IDFിൻ്റെ ആക്രമണം ഈ ഭീകരന്മാർക്ക് നേരെ ഉണ്ടാകും. ഇത് കഴിഞ്ഞ 2-3 ആഴ്ചകൾക്കിടയിൽ നിരവധി ഭീകരന്മാരെ, ഒക്ടോബർ 7 ആ ഇസ്രായേലിലേക്ക് നടത്തിയ ആ നരനായാട്ടിൽ പങ്കെടുത്ത നിരവധി ഭീകരന്മാരെ കഴിഞ്ഞ 1-2 ആഴ്ചക്കിടയിൽ ഗാസയിൽ ഇസ്രായേലി സേന വധിച്ചു എന്നുള്ളത് അവരുടെ സൈന്യത്തിൻ്റെ ആ കഴിവിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ്. അതേസമയം വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ കൊണ്ടുവരാനുള്ള വലിയ നീക്കമാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നടക്കുന്നത്. ഇസ്രായേൽ ഹിസ്ബുള്ള വെടിനിർത്തൽ സാധ്യമായതിന് പിന്നാലെ ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കൂടി സാധ്യമാക്കാനുള്ള കഠിന പരിശ്രമത്തിലാണ് അമേരിക്കയും ഖത്തറും ഈജിപ്തും അടക്കമുള്ള രാജ്യങ്ങൾ. ഈജിപ്തിന്റെ തലസ്ഥാനമായ കെയ്റോയിൽ ഹമാസിന്റെ പ്രതിനിധി സംഘം ശനിയാഴ്ച തന്നെ എത്തിയിരുന്നു. അവർ പലവട്ട ചർച്ചകൾ നടത്തി. വെടിനിർത്തൽ കരാർ സംബന്ധിച്ച നിബന്ധനകൾ കൂടുതൽ ചർച്ച ചെയ്ത് പരിഷ്കരിക്കുക എന്നുള്ളൊരു നടപടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം അമേരിക്ക
ഇസ്രായേലിന് മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുകയാണ്. ജനുവരിക്ക് മുമ്പ് തന്നെ ഹമാസുമായി വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരണം. ജനുവരിയിൽ വൈറ്റ് ഹൗസിന്റെ പുതിയ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് ചുമതലയേൽക്കുന്നതിന് മുൻപ് തന്നെ വെടിനിർത്തൽ സാധ്യമാക്കണമെന്നാണ് ട്രംപ് അടക്കമുള്ള ആളുകളുടെ താല്പര്യം. ഇക്കാര്യത്തിൽ ട്രംപിന്റെ ഏറ്റവും അടുത്ത അനുയായികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേലിലേക്ക് സന്ദർശനം നടത്തിയിരുന്നു. ബെഞ്ചമിൻ നെതന്യാഹുവുമായി നേരിട്ട് ആശയവിനിമയം നടത്തുകയും ചെയ്തിരുന്നു. അതേസമയം ഹമാസിനെതിരെ പെട്ടെന്നൊരു വെടിനിർത്തൽ വേണ്ട എന്നൊരു നിലപാട് തന്നെയാണ് ഇസ്രായേലിൻ്റേത്. അതേസമയം ആക്രമണം കൂടുതൽ കടുപ്പിച്ച് കൂടുതൽ രൂക്ഷമാക്കി എത്രയും വേഗം ഹമാസിന്റെ സാന്നിധ്യം പൂർണ്ണമായും ഇല്ലാതാക്കുക. വളരെ കുറച്ച് ഹമാസ് ഭീകരന്മാർ മാത്രമേ ഇനി ഗാസയിൽ അവശേഷിക്കുന്നുള്ളൂ. ഇവരെ കൂടി തീർക്കുക, അതിനുശേഷം സമ്പൂർണ്ണമായ ഹമാസിന്റെ ഉന്മൂലനം ഗാസയിൽ സാധ്യമാക്കുക. ഇതാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത്. അതിനൊപ്പം തന്നെ തുർക്കിയിലേക്ക് ചേക്കേറിയ ഹമാസിന്റെ അവശേഷിക്കുന്ന നേതാക്കന്മാരെ കൂടി കാലപുരിക്ക് അയക്കാനുള്ള വലിയ ഉത്തരവാദിത്വം ഇപ്പോൾ മൊസാദും ഷിൻബെറ്റും ഏറ്റെടുത്തിട്ടുണ്ട്. എത്ര പേർ തുർക്കിയിലുണ്ടെന്നോ അല്ലെങ്കിൽ ആരൊക്കെ ദോഹ വിട്ടെന്നോ ഒരു കൃത്യമായ വിവരം ഇപ്പോൾ ശേഖരിക്കുകയാണ് മൊസാദും സംഘവും. അതേസമയം ഗാസയിൽ അതിമാരകമായ ആക്രമണത്തിന് ഇസ്രായേൽ തയ്യാറെടുക്കുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു. കഴിഞ്ഞ അടുത്ത രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ ഗാസയുടെ വിവിധ പ്രദേശങ്ങളിലേക്ക് ഇസ്രായേലിന്റെ വ്യോമസേന അതിമാരകമായ ആക്രമണം നടത്തുമെന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത്. വിവിധ പ്രദേശങ്ങളിൽ ആശുപത്രികൾ, അതുപോലെ തന്നെ അഭയാർത്ഥി ക്യാമ്പുകൾ അടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആളുകളോട് ഒഴിഞ്ഞു പോകാനുള്ള ഒഴിപ്പിക്കൽ നിർദ്ദേശം ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് നൽകിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഗാസയിലെ അവശേഷിക്കുന്ന പ്രദേശത്ത്, പ്രത്യേകിച്ച് ഖാൻ യൂനിസ്, ജബാലിയ പ്രദേശങ്ങളിൽ ഇസ്രായേലിൻ്റെ മാരകമായ ആക്രമണങ്ങൾ വരും മണിക്കൂറുകളിൽ നടക്കുമെന്ന് തന്നെയാണ് കരുതപ്പെടേണ്ടത്.